വയനാടിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം നിലവിലത്തെ സാഹചര്യത്തിൽ എത്രത്തോളം തീവ്രമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടുത്തെ വാർത്തകൾക്ക് വളരെയേറെ പ്രാധാന്യവുമുണ്ട്. പി വി ജോഷില കൂടി തയ്യാറായിട്ടുണ്ട് നമുക്കൊപ്പം ചേരുവാൻ. ജോഷില, ഗുഡ് മോർണിംഗ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുന്ന സമയമാണ്. എല്ലാ കണ്ണുകളും വയനാട്ടിലേക്കാണ്. UDF-ന് ഏറ്റവും വലിയ തിരിച്ചടി നൽകുന്ന ഒരു മണ്ഡലം കൂടിയായി മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു ജില്ലയിൽ നിന്ന് വരുന്ന വാർത്തകൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജോഷില എവിടെയാണ് നിൽക്കുന്നത് എന്ന് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അത് കേരളത്തിന്റെ അഭിമാനമായ ഒരു വികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണോ എന്നറിയാനൊരു ആകാംക്ഷ. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് വയനാടിന്റെ ചിത്രം? സിന്ധൂരി പറഞ്ഞതുപോലെ തന്നെ വയനാട് ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമായി മാറുന്ന ഒരു കാലാവസ്ഥയിലാണ്, തെരഞ്ഞെടുപ്പ് കാലാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാനിപ്പോഴുള്ളത് കേരളത്തിൻ്റെ തന്നെ അഭിമാന പദ്ധതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വയനാട്ടിലെ ഏറ്റവും വലിയ, അതായത് വികസനത്തിന് വഴി തുറക്കുന്ന തുരങ്കപാത നിർമ്മാണത്തിൻ്റെ മുന്നിലാണ്. കള്ളാടിയിലാണുള്ളത്. അത് നമുക്ക് കാണാം. അതിൻ്റെ ഒരു ഇപ്പോൾ പ്രവൃത്തി നടക്കുന്നതൊക്കെ തന്നെ കാണാം. ദേശീയ പ്രാധാന്യമുള്ള പദ്ധതിയാണെന്നും വരുംകാല കേരളത്തിൻ്റെ ജീവനാഡിയാണിതെന്നും സുപ്രീം കോടതി ഇതിനെതിരെ ഹർജിക്ക് പോയ ആളുകളോട്, അപ്പീലിന് പോയ ആളുകളോട് തുറന്നു പറഞ്ഞ ഒരു പദ്ധതി. ആ പദ്ധതിയുടെ മുന്നിലാണ് ഞാനിപ്പോഴുള്ളത്. ഇത് തന്നെയാണ് കേരളത്തിലെ അല്ലെങ്കിൽ വയനാടിലെ ഇന്നത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. കാരണം വയനാട് എന്ന് പറയുന്നത് നമുക്കറിയാം, വികസനം കണ്ടു തുടങ്ങിയ വയനാട് ഏകദേശം ഈ 10 വർഷത്തിനുള്ളിലാണ് ഏറ്റവും വലിയ വികസനത്തിലേക്ക് കുതിച്ചുയർന്നത്. അതുകൊണ്ട് തന്നെ വയനാടിലെ തെരഞ്ഞെടുപ്പ് വിശേഷം എന്ന് പറയാവുന്നത് വികസനത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷം തന്നെയാണ്. അതിനിടെയാണ് ഇത്തരത്തിൽ തുരങ്കപാതയ്ക്ക് തുരങ്കം വെക്കാനായി ചിലർ എത്തിച്ചേർന്നത്, പ്രകൃതി സ്നേഹികൾ എന്ന പേരിൽ. എന്നാൽ അവർ യഥാർത്ഥത്തിൽ പ്രകൃതി സ്നേഹികളാണോ എന്നുള്ള കാര്യം ഈ നാട്ടിലെ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം. എന്തായാലും ഇന്നലെ സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അടക്കമുള്ള ആളുകൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തുരങ്കപാതയ്ക്ക് നൽകിയ അനുമതി യാന്ത്രികമാണെന്ന്, നിയമപ്രശ്നങ്ങളുണ്ടെന്നും ആരോപിച്ച് നൽകിയ അപ്പീലിനെതിരെ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ദേശീയ പ്രാധാന്യമുള്ള പദ്ധതിയാണെന്നും വരുംകാല കേരളത്തിന്റെ ജീവനാഡിയാണെന്നും കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സമയമാണ് ഇത്. UDF-നേറ്റ കനത്ത തിരിച്ചടി എന്ന് വേണം പറയാൻ. അതിന് കാരണമുണ്ട്. അതിന്റെ കാരണം ഇവിടെയുള്ളവർ തന്നെ വ്യക്തമാക്കും. നാട്ടുകാർ ഞങ്ങളുടെ കൂടെയുണ്ട്. കാരണം ആരാണ് ഇവിടുത്തെ പ്രകൃതി സ്നേഹികൾ എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകൾ ഇവർ തന്നെയായിരിക്കും. ബജറ്റ് ഇതിൻ്റെ അടുത്ത് തന്നെയാണല്ലേ, മേപ്പാടി സ്വദേശിയാണ്. ബജറ്റ് നമുക്കറിയാം വികസനത്തിന്, അതായത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വയനാട്ടിലുണ്ടായ ഒരു വികസനം എന്താണ്, വികസന കുതിപ്പിൻ്റെ ഒരു കാലമായിരുന്നു. അതാണ് അവസാനം ഈ തുരങ്കപാതയുടെ പ്രവൃത്തിയിലേക്ക് പോലും എത്തിച്ചത്. എന്നാൽ തുരങ്കപാതയ്ക്ക് തുരങ്കം വെച്ചത് യഥാർത്ഥത്തിൽ പ്രകൃതി സ്നേഹികളാണോ എന്നുള്ളത് ഈ വയനാട്ടുകാർക്ക് മാത്രമേ കൃത്യമായി അറിയാൻ സാധിക്കുകയുള്ളൂ. എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റാണ് 2140 കോടി രൂപ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ മണ്ഡലം UDF-ൻ്റെ MLA ആണ്. എന്നാലും വയനാടിൻ്റെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് കള്ളാടി, മേപ്പാടി, ആനക്കമ്പൊയിൽ തുരങ്കപാത. ആ തുരങ്കപാതയ്ക്ക് തുരങ്കം വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ കപട പരിസ്ഥിതിവാദികൾ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടുത്തെ UDF-ആണ്. തീർച്ചയായിട്ടും പറയാം, അതിന് കോൺഗ്രസിൻ്റെ ചില ആളുകൾക്ക് അതിന് പങ്കുണ്ട്. അത് ഈ ജനങ്ങൾക്കൊക്കെ അറിയാം. അതിനുള്ള മറുപടി ജനങ്ങൾ കൊടുക്കുന്ന മറുപടി ബാലറ്റിലിടുകയും അത് വരുന്ന നാളെ കഴിഞ്ഞുള്ള മറ്റന്നാൾ അതിൻ്റെ വിവരം നമുക്കറിയാം. അപ്പീൽ പോയ ബാദുഷ ആരാണ് യഥാർത്ഥത്തിൽ? പ്രകൃതി സ്നേഹി എന്ന പേരിൽ അപ്പീൽ പോയിട്ടുണ്ട് ഇതിനെതിരെ, തുരങ്കപാതയ്ക്കെതിരെ. യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയോ? ബാദുഷ പഴയകാല നൂൽപ്പുഴ കോൺഗ്രസിൻ്റെ നൂൽപ്പുഴ മണ്ഡലം പ്രസിഡന്റ് അങ്ങനെയായിരുന്നു. ഇപ്പോഴും ഈ ബാദുഷയെ കൊണ്ട് നടക്കുന്നതും ബത്തേരി മണ്ഡലത്തിലെ MLA IC ബാലകൃഷ്ണനാണ്. ഈ പരാതി ഉൾപ്പെടെ കൊടുപ്പിച്ചത് ഞങ്ങളെ സംശയം അങ്ങനെ. കാരണം ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ചുരത്തിലെ ഗതാഗത പ്രശ്നം ഇല്ലാണ്ട് ഒരു യാത്ര പോവുക എന്നുള്ളത്. അതിന് ഇത്രത്തോളം വലിയൊരു പദ്ധതി വന്ന് അതിനെ തകർക്കുക എന്നാണ് കോൺഗ്രസിന്റെ കൂടെ ലക്ഷ്യം. IC ബാലകൃഷ്ണന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ബാദുഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് ഇപ്പോൾ ബാദുഷ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം അങ്ങനെയാണ് അവർ കണ്ടിട്ടുള്ളത്. ഈ തുരങ്കപാതയ്ക്ക് തുരങ്കം എന്നുള്ളത് കോൺഗ്രസ് തന്നെയാണ്. സിന്ധൂരി, കാര്യം വ്യക്തമാകുന്നു. ജനങ്ങളൊക്കെ തന്നെ ബാദുഷ ആരാണെന്നുള്ള കാര്യത്തിൽ പ്രകൃതി സ്നേഹമാണോ ഇതിന്റെ പിന്നിൽ, അതോ രാഷ്ട്രീയമാണോ? ഈ രാഷ്ട്രീയം ജനങ്ങൾക്ക് വിലങ്ങുതടിയാവുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിത സൗകര്യം വർദ്ധിക്കുന്നതിന് വിലങ്ങുതടിയാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാവുകയാണ്. എന്തായാലും സുപ്രീം കോടതി ഒരു അനുകൂലമായ രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിലെ ഏറ്റവും വലിയ സന്തോഷകരമായ അനുഭവം എന്ന് പറയുന്നത്. അത് ഈ നാട്ടുകാരായ ആളുകൾക്ക് തന്നെ എങ്ങനെയാണ് അത് പ്രതിഫലിക്കുന്നത് എന്ന് നോക്കാം.
എന്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് സലാം. ഇവിടെ ഞാൻ ഈ തന്നെയാണ്. പ്രദേശവാസിയാണ്. അതെയോ? ഇന്നലെ സുപ്രീം കോടതി ഹർജി തള്ളിയിട്ടുണ്ട് ബാദുഷയുടെ. അതായത് ഈ തുരങ്കപാതയ്ക്ക് പ്രവൃത്തി നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം ഈ പരിസ്ഥിതി സ്നേഹിയല്ല. കാരണം ഞങ്ങൾക്കറിയാം, ഈ കോൺഗ്രസിൻ്റെ ഒരു വാലാട്ടിയായിട്ട് വർഷങ്ങളോളായി നടക്കുന്നൊരു വ്യക്തിയാണ്. നമ്മുടെ തൊട്ട് പ്രദേശം തന്നെ ഇവിടെ ഒരു ബോച്ചയുടെ എസ്റ്റേറ്റ് ഉണ്ട്. അതിന് വരെ തുരങ്കം വെച്ച് അതിനൊരു എന്താ പ്രതിഫലം കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യമാധ്യമത്തിൽ തന്നെ വ്യക്തമായിട്ട് തന്നെ അറിയാം, നമ്മുടെ IC ബാലകൃഷ്ണൻ്റെ കൂടെ അയാളെ വലങ്കയെ നടക്കുന്ന ആളാണ്. ഈ പ്രൊജക്റ്റ് നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ അത്രയും ഇച്ഛാശക്തിയോടെ കൊടുക്കുന്നൊരു പ്രൊജക്റ്റാണ്. ലോകത്തിൽ തന്നെ ഒരു മാതൃകയായ ഒരു പരിപാടിയാണ്. ഞങ്ങൾ ഈ പ്രദേശവാസികൾക്ക് ഏറ്റവും വലിയൊരു സ്വപ്നം കൂടിയാണ്. ആ സ്വപ്നം കൂടി തുരങ്കം വെക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ജനകീയ ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ജനകീയ സമരസമിതി അയാളുടെ വീട് വളഞ്ഞു. അദ്ദേഹം അന്ന് പറഞ്ഞത് എനിക്ക് ഭീഷണിയുണ്ട്, എനിക്ക് പ്രൊട്ടക്ഷൻ തരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഏത് സ്ഥലത്തും ഈ വയനാട്ടിൽ എന്ത് പുരോഗമനം ഉണ്ടോ അതിന് തുരങ്കം വെക്കുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, എനിക്കതൊന്നും നോക്കണ്ട, ഈ സർക്കാർ എങ്ങനെയാണോ ഈ സർക്കാരിനെ ഞങ്ങൾ തരം താഴ്ത്താൻ പറ്റുമോ ആ പണികളെല്ലാം ചെയ്യുന്നുള്ള നടപടിയാണ് അദ്ദേഹം മുന്നോട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ പറയാനുള്ളത്, അതിൻ്റെ കൂട്ടിച്ചേർക്കേണ്ട നമ്മുടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ടൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് വെച്ചിരുന്നു. ഈ ബോച്ചയുടെ എസ്റ്റേറ്റിലായിപ്പോയിന്നേ ഉള്ളൂ. ബോച്ചയ്ക്ക് അതിൽ യാതൊരു പങ്കുമില്ല. ആ ടൂർണമെന്റിന് വരെ തുരങ്കം വെച്ച ആളുകളാണ് ഇദ്ദേഹം. നിങ്ങളുടെ ഒരു യാത്രാ പ്രശ്നം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഒരു ജീവിത പ്രശ്നം കൂടിയാണ്. അതായത് കുട്ടികളുടെ പഠനം, അതുപോലെ തന്നെ ടൂറിസ്റ്റുകളുടെ വരവ്, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. ആ രീതിയിൽ കഴിഞ്ഞ കാല യാത്രാ പ്രതിസന്ധിയെ കുറിച്ച് തീർച്ചയായും ഞങ്ങളിവിടെ പ്രളയം നടന്ന സമയത്ത് ഒറ്റപ്പെട്ടൊരവസ്ഥയിലായിരുന്നു. ഞങ്ങൾക്കിവിടെ യാതൊരുവിധ മാർഗ്ഗമില്ലാതെ ഈ ഭാഗങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു. അതിനോടനുബന്ധിച്ച് ഈ യാത്രക്കേഷം നിങ്ങൾ വന്ന ഈ റൂട്ട് അറിയാലോ. കഴിഞ്ഞ MLA ശശിയേട്ടൻ 45 കോടി ഫണ്ട് വെച്ചതായിരുന്നു. ആ ഫണ്ട് പകുതിയല്ലാതെ അത് ഭാഗികമായിട്ട് നടന്നിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ വന്ന MLA ഉണ്ടല്ലോ, അതിന് തുടർ നടപടി എന്തെങ്കിലും നടത്തണ്ടേ? ഇതുവരെ ഒരു തുടർ നടപടി നടത്തിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു തെളിവ്. ടി സിദ്ദീഖ് എന്ന വ്യക്തി ഇനിയും ഇത് സർട്ടിട്ട് വന്നിട്ടുണ്ട്. ജനങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ട്. ഇനി ഈ കളി എന്തെന്നായാലും ഇവിടെ നടക്കില്ല എന്നുള്ള ജനങ്ങൾ വ്യക്തമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ അറിയിക്കുമെന്ന് പറയാനുള്ളത്. ഒരു പുരോഗതിയെ എല്ലാം തടസ്സപ്പെടുന്ന ഈ യാത്രാ പ്രശ്നം തന്നെയായിരുന്നു. തീർച്ചയായും യാത്ര പ്രശ്നം തന്നെയാണ് ഞങ്ങൾക്ക് തീർച്ചയായും പറയാനുള്ളത്. യാത്ര പ്രശ്നം അതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഞങ്ങൾക്കിവിടെ യാത്രാ പ്രശ്നം വലിയൊരു ക്ലേശം. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ഇപ്പോൾ പ്രളയം നടന്നതിൻ്റെ തൊട്ടപ്പുറം അട്ടമല നല്ലൊരു പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്. അതിന് വരെ തുരങ്കം വെക്കാൻ നിന്നില്ലേ? ആ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൻ്റെ സ്ഥിതിഗതി കണ്ട. ഞങ്ങൾ ഒട്ടനവധി ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി, അതിൽ കക്ഷിരാഷ്ട്രീയങ്ങളൊന്നുമില്ല. യാതൊരു നടപടി നടക്കുന്നില്ല. അപ്പോൾ ഇതിന് എന്താ, സർക്കാരിനെ എങ്ങനെയും വലിച്ച് താഴെ സർക്കാരിന് എത്രയും നാണം കെടുത്താൻ പറ്റുക ഒരു പരിപാടി മാത്രമാണ് പറയാനുള്ളത്. തുരങ്കപാതയ്ക്ക് അനുകൂല വിധി ഉണ്ടായിരിക്കുന്നു. അത് തുരങ്കപാത സ്റ്റേ വന്നില്ല. അതിനെ കുറിച്ച് എന്താ പറയുക? തുരങ്കപാത ആവശ്യമാണോ ഈ നാടിന്? ആവശ്യമാണ്. ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. ഞാൻ ചുരത്തിൽ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്. നൗഷാദ്. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് വരിക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. സ്റ്റേ മാറി കിട്ടിയിട്ട് വളരെ സന്തോഷം. സർക്കാരിന് 1000 അഭിനന്ദനങ്ങൾ. അറിയുന്ന ആളാണ്. ഏതായാലും നല്ല ഇത് വരുന്നുണ്ട്. എയർപോർട്ടിലൊക്കെ വണ്ടിയിട്ട് പോക്കുണ്ട്. പക്ഷേ ഇതിലാകുമ്പോൾ സുഖമാണ്. 1.5 മണിക്കൂർ കൊണ്ട് എയർപോർട്ടിലെത്താം. മറ്റത് 4 മണിക്കൂർ പോകണം. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. വലിയ വിഷയമായി മാറും. ജനങ്ങൾ ബുദ്ധിയില്ല ജനങ്ങളാണല്ലോ. അവർ ബാലറ്റിലൂടെ മറുപടി കൊടുക്കുന്നതാണ് പറയുന്നത്. സിന്ധൂരി, ഇത്തരത്തിൽ വികസന പ്രശ്നം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയായി മാറുന്നത് വയനാട്ടിൽ എന്നുള്ളതാണ് പറയാനാണ് ഞാൻ ഇവിടെ വരെ വന്നത്. എന്തായാലും വയനാട്ടിലെ തുരങ്കപാത പ്രവൃത്തി കൃത്യമായി നടക്കുന്നുണ്ട്. അത് കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയിൽ നിയമപ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്. എന്നാൽ പോലും വയനാട്ടിലെ ഓരോ മണ്ഡലത്തിലെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തുരങ്കപാതയ്ക്ക്. കാരണം വയനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മറ്റ് ജില്ലകളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുമുള്ള യാത്രാ പ്രശ്നം തന്നെയായിരുന്നു. അത് മുരടിപ്പിച്ചത് യൗവനങ്ങളെയാണ്, പ്രധാനമായും യൗവനങ്ങളെയാണ് മുരടിപ്പിച്ചത്. കാരണം അവർക്ക് പുതിയ ജോലി തേടി മറ്റ് ജില്ലകളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസത്തിന് കൃത്യമായ സ്ഥലത്ത് എത്താൻ പറ്റുന്നില്ല, എയർപോർട്ടിൽ കൃത്യമായി എത്താൻ പറ്റുന്നില്ല, പലപ്പോഴും ഫ്ലൈറ്റ് മിസ്സായി, ജോലി ഇല്ലാതായി, അല്ലെങ്കിൽ ജോലിക്ക് കൃത്യമായി ഹാജരാകാൻ പറ്റാതായി. അങ്ങനെയൊക്കെ തന്നെ ഇവിടെ തന്നെ കുടുങ്ങിപ്പോയ ഒരു വലിയ ജനസമൂഹത്തിന് വലിയൊരു വികസന പാതയാണ് തുറക്കാൻ പോകുന്നത്. അതിൽ അവർ ഏറെ പ്രതീക്ഷയിലാണ്. ചുരത്തിലെ ബ്ലോക്ക് നമുക്കറിയാം, ഓരോ വർഷം കഴിയുന്തോറും ചുരത്തിൽ ബ്ലോക്ക്, താമരശ്ശേരി ചുരത്തിൽ ബ്ലോക്ക് കൂടി വരികയാണ്. ഇതൊക്കെ തന്നെ വോട്ടായി ഇത്തവണ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളോട് വിശദീകരിക്കുന്നത്. എന്തായാലും തുരങ്കപാതയ്ക്ക് തുരങ്കം വെക്കാൻ വന്നത് കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്നുള്ള കാര്യവും ഇപ്പോൾ വ്യക്തമാവുകയാണ്.
സിന്ധൂരി. ശരി, വ്യക്തമാണ്. ജോഷിലെയാണ് വികസനത്തിന്റെ ജനങ്ങളുടെ ആവശ്യം, അവരുടെ ആഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചത്.